നമസ്കാരം. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് അത് പത്രങ്ങളും ടെലിവിഷനും മാത്രമല്ല, വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ നിരവധി മേഖലകൾ കൂടി ഉൾപ്പെട്ടതാണ്. അതിൽ നിർമ്മിത ബുദ്ധിയുടെ ഇടപെടലുണ്ട്. ദൃശ്യവും ശബ്ദവും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ സാങ്കേതികവും ധാർമ്മികവുമായ പ്രശ്നങ്ങളുണ്ട്. എന്താണ് മാധ്യമം എന്നതിന്റെ പരമ്പരാഗത സങ്കല്പങ്ങൾ പൊളിച്ചെഴുതപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ മാധ്യമ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇവയെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ടോ? അത് വേണ്ട വിധം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഗൗരവമേറിയ ഈ വിഷയം കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള IMFKയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിലെ മാധ്യമ വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭർ പങ്കെടുത്ത ഈ പരിപാടിയാണ് മാധ്യമജാലകത്തിന്റെ ഈ ലക്കത്തിൽ ആദ്യം. സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മാധ്യമ പ്രവർത്തനവും മാധ്യമരംഗവും തന്നെ പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. അതായത് പത്രപ്രവർത്തന മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ പ്രവർത്തന മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത് എത്രമാത്രം സാധ്യമാകുമെന്നാണ് സാർ കരുതുന്നത്? ഞാൻ CL തോമസ് സാറിനോടാണ് ചോദിക്കുന്നത്. മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കേണ്ടതുണ്ടോ? അത് ഒരു അക്കാദമിക വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണോ നമ്മൾ മാധ്യമ പ്രവർത്തകരാകുന്നത്? ഇത് പഠിച്ചു വന്നവർ ഈ പ്രവർത്തനം എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു? പഠിക്കാത്തവർ പഠിച്ചു വന്നവരെക്കാൾ മികവ് കാണിക്കാറില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തനം ഒരു അക്കാദമിക വിഷയമായി പരിശീലിപ്പിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച ഇപ്പോഴത്തെ നമ്മുടെ വർത്തമാനകാല അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഈ കാലത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആദ്യത്തെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം, പഠിപ്പിക്കുന്നത് കൊണ്ടല്ല ഒരാൾ ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പഠിച്ചു വരുന്ന ഒരാൾക്ക് അയാളിൽ ഉള്ള ശേഷിയെ, അതിനെ കൂടുതൽ മൂർച്ചയുള്ളതും അതിനെ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കാനുമുള്ള ഒരു ശേഷിയാണ് കൈവരിക എന്ന് മാത്രമല്ല, നമ്മൾ മാധ്യമപ്രവർത്തകർ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സാമൂഹികമായ ഒരു ഭാഗം, ഒരു റോൾ ഈ മാധ്യമപ്രവർത്തകർക്കുണ്ടെന്നാണ്. അപ്പോൾ സാമൂഹിക വികാസത്തിൻ്റെ ഭാഗമായി വികസിച്ചു വരുന്ന ഒരു വൈജ്ഞാനിക ശാഖ തന്നെയാണ് മാധ്യമപ്രവർത്തനവും. അതുകൊണ്ട് അതിൻ്റെ അക്കാഡമിക വഴികൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതിൽ നടക്കുന്ന ഗവേഷണങ്ങളും അതിലുണ്ടാവുന്ന പുതിയ ആശയങ്ങളും ആ ശാഖയെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്യും. എൻ്റെ ജേർണലിസ്റ്റ് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, ഏത് കാലമായാലും, ഏത് AI-യുടെ കാലമായാലും ജേർണലിസത്തിൻ്റെ പരമ്പരാഗത മൂല്യങ്ങൾ അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതില്ലാത്ത തരത്തിലുള്ള മാധ്യമപ്രവർത്തന രീതികളെ താൽക്കാലികം എന്ന് വിളിച്ചാൽ മതി. അതിൻ്റെ രൂപങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും. അത് മാത്രവുമല്ല, ഇതിനൊന്നും ഒരു അവസാനം, ഇതാണല്ലോ ക്രിയേറ്റീവ് സാധ്യതയുള്ള എല്ലാ മേഖലകളുടെയും ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് അതിൻ്റെ അവസാന വാക്ക് ഒരിക്കലും കണ്ടെത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ എവിടെയും അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാലത്തിനനുസരിച്ചിട്ടുള്ള പരിണാമങ്ങൾ ഉണ്ടായിക്കൊണ്ടുമിരിക്കും. അവിടെ മാധ്യമ വിദ്യാഭ്യാസ രംഗത്ത് തീർച്ചയായിട്ടും ഈ മൂല്യബോധങ്ങൾ വിദ്യാർത്ഥികളിൽ, അല്ലെങ്കിൽ പുതിയ തലമുറയായി ഇങ്ങോട്ട് വരുന്ന ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമ വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മമായിട്ട് എടുക്കേണ്ടതും. അതുതന്നെയാണ് മിക്കവാറും എല്ലാ അക്കാദമിക സ്ഥാപനങ്ങളിലും നടക്കുന്നതും. നമ്മൾ യഥാർത്ഥത്തിൽ സമൂഹത്തിന് വേണ്ടിയാണോ മാധ്യമപ്രവർത്തനം നടത്തുന്നത്, അതോ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണോ മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്നുള്ളൊരു പ്രബലമായ ചോദ്യം ഇതിനുള്ളിലുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ നമ്മളെ ഇതിൻ്റെ ഘടനയിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ്. അതായത് പുത്തൻ ഇന്നൊവേറ്റീവായിട്ടുള്ള ഡിസൈൻസ്, ഇന്നൊവേറ്റീവായ ഫോമുകൾ, രൂപങ്ങൾ, ഭാഷ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളെ ഇത് ആകൃഷ്ടരാക്കി കൊണ്ടുപോകാൻ ഇതിന് സാധിക്കും. മറ്റൊരു തലത്തിൽ ഇത് താരതമ്യേന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മുഷിച്ചിലുണ്ടാക്കുന്ന ഒന്നായിരിക്കും. പക്ഷേ അത് സോഷ്യോ സെൻട്രിക് ആയിരിക്കും എന്നുള്ളതാണ്. അത് പോകെ രൂപം തന്നെ, അതല്ല ഉള്ളടക്കം തന്നെ
മാറി രൂപം തന്നെ ഉള്ളടക്കമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് ഞാൻ പറയും. രൂപം തന്നെയാണ് ഉള്ളടക്കം. രൂപത്തിൽ നിന്ന് ഭിന്നമായ ഒരു അസ്തിത്വം ഉള്ളടക്കത്തിന് കൈവരുത്താൻ പറ്റുന്ന എത്രയധികം മാധ്യമ പ്രവർത്തന രീതികൾ നമുക്കുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ആദ്യത്തെ കാലത്ത് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം ഒരു പ്രധാന ഡയമെൻഷൻ അല്ല പത്രപ്രവർത്തനത്തെ മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ടൈം ഒരു പ്രധാന ആക്സിസ് ആണ്. ഇപ്പം AI ഇത് വരുന്നത് കൊണ്ട് നമ്മൾ അതിന് മാത്രം എക്യുപ്ഡ് ആയിട്ടാണോ കുട്ടികളെ സജ്ജമാക്കുന്നത് എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ സെൻട്രിക് ആണോ നിങ്ങൾ അതോ മീഡിയ സെൻട്രിക് ആണോ എന്നുള്ള ചോദ്യത്തിൽ തന്നെ പോയി നിൽക്കും. നമ്മൾ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിൽക്കുകയാണ്. നമുക്ക് പുകയില്ലാത്ത വ്യവസായമാണിത്. ഇതിൻ്റെ ഉള്ളിൽ പോയാൽ കുട്ടികൾക്ക് ജോലി കിട്ടണം, കാശ് കിട്ടണം. ഇത് എസെൻഷ്യലാണ്. ഈ സത്യത്തെ നമുക്ക് മറന്നിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. എന്നാൽ നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ മൂല്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണോ ഇത് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും കിട്ടുന്നില്ല. ഒരു പക്ഷേ അതിനുള്ള ഉത്തരമായിരിക്കും ഇതിനെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഒരു നോമൻക്ലേച്ചറിൽ നിന്ന് മീഡിയ സ്റ്റഡീസ് എന്നതിലേക്ക് പരിവർത്തിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ വളരെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനമാണ് നമ്മൾ ശീലിപ്പിക്കുന്നതെങ്കിൽ അത് മീഡിയ സെൻട്രിക് ആവും. മീഡിയ സെൻട്രിക് ആയിട്ടുള്ള പ്രവർത്തനത്തിനല്ല, തോമസേട്ടൻ പറഞ്ഞതുപോലെ സോഷ്യോ സെൻട്രിക് ആയി തന്നെ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറയുന്നത് അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ അച്ചുനിരത്തലോ സ്കില്ലോ ഫോണ്ട് കണ്ടെത്തലോ അല്ല. അത് ഒരു സോഷ്യൽ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഈ മീഡിയത്തെ പ്ലേസ് ചെയ്യലും കൂടിയാണ്. ഇപ്പം ഇത് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് AI വിഴുങ്ങും, പലതും വിഴുങ്ങും. ക്രോസ് ഡിസിപ്ലിനറി അപ്രോച്ച് മീഡിയ സ്റ്റഡീസിന് എത്രമാത്രം പ്രയോജനം ചെയ്യും, അല്ലെങ്കിൽ അത് ആവശ്യമാണോ? ഒന്ന്, വസ്തുതയിലൂന്നി നിൽക്കണം. രണ്ട്, വസ്തുതകൾക്കപ്പുറത്തേക്ക് ആ വസ്തുതയിൽ എയുടെ കാലത്ത് എയേക്കാൾ വലിയ വെല്ലുവിളി പുറത്തെന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കാനുള്ളൊരു ജാഗ്രത കൂടി വേണം. അവിടെയാണ് ഈ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞ ചോദ്യത്തിൻ്റെ പൈല് വരുന്നത്. അവസാനം അതിലേക്ക് വരാം. മാധ്യമങ്ങൾ ഇന്ന് വ്യവസായമാണ്, അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ വ്യവസായത്തിൽ മാനേജ്മെൻറ്റുകൾക്ക് വലിയ കാര്യമുണ്ട്. ഈ മാനേജ്മെൻറ്റ് താല്പര്യങ്ങൾക്കുള്ളിൽ പോലും നിന്നുകൊണ്ട് നമ്മളുടെ കയ്യിൽ ലഭ്യമായ സ്വാതന്ത്ര്യം മാധ്യമ മേഖലയിൽ ഉപയോഗിക്കാനും ഇനി ആ മാധ്യമത്തിനുള്ളിൽ അല്ലെങ്കിൽ പോലും പുറത്ത് ഇത്തരം ആശയങ്ങൾ ഉയർത്താനും കഴിയുന്ന സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഈ താല്പര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതും ഇവിടത്തെ നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ രണ്ട് സാധനം കൂടി ചേർത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഡിജിറ്റൽ അഡിക്ഷനോട് ബന്ധപ്പെട്ട മെൻ്റൽ ഹെൽത്ത് കൺസേൺ, അതുപോലെ തന്നെ ഇത് നിലനിൽക്കുമ്പോൾ തന്നെ ഡിജിറ്റൽ ഡിവൈഡ് കുട്ടികളുടെ ഇടയിലുണ്ട്. ഡിജിറ്റൽ യുഗം ഇത് ജേർണലിസത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ. നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ബാല്യവും ഇന്നത്തെ ബാല്യവും തമ്മിൽ എന്താണ് ഒരു ബന്ധവുമില്ല. പക്ഷേ അതുപോലെ തന്നെയാണ് യൗവനവും. അപ്പോൾ കാലം നമുക്കറിയാം. ഇത് ഈ കാലത്ത് മാത്രം സംഭവിച്ച, അല്ലെങ്കിൽ എന്താ പറയുക, ജെൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്നൊരു പ്രക്രിയ അല്ല. പക്ഷേ ഈ കാലത്തിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ ഓരോ ദിവസവും അതിൻ്റെ വേഗത വളരെ കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുതിയ തലമുറ ഉൾക്കൊള്ളുന്ന വളരെ പുരോഗമനപരമായ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണോ അവൻ്റെ ജീവിത രീതികൾ പരിണമിക്കപ്പെടേണ്ടത്, ആ പരിണാമത്തിലെ ഏറ്റവും ഒരു ഉയർന്ന രൂപത്തിലേക്കാണ് പുതിയ തലമുറ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ അതിലൊരു ചെറിയ ന്യൂനത നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് പഴയ തലമുറക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ചരിത്രബോധം ഉണ്ടാവണേ എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയിൽ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ പുതിയ തലമുറയുടെ കാലത്തെ എൻ്റെയൊക്കെ തലമുറയേക്കാൾ എത്രയോ ഉയർന്ന അവസ്ഥയിലാണ് ഈ പുതിയ തലമുറ എന്നാണ് എൻ്റെ വീക്ഷണം. അതുകൊണ്ട് ഈ ഡിജിറ്റൽ, പിന്നെ എല്ലാവരും നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതം തന്നെ ഡിജിറ്റലായി പോയില്ലേ. ഈ ജേർണലിസ്റ്റ് പ്രൊഫഷൻ എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് പ്രാവീണ്യമില്ലാതെ പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നില്ലേ. അപ്പം ഈ കാലം ആവശ്യപ്പെടുന്നതാണ്. ഇത് ഗ്ലോബലായിട്ട് സംഭവിക്കുന്ന കാര്യവുമാണ്.
ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. ഡിജിറ്റൽ ഡിവൈഡ് മാത്രമല്ലല്ലോ, നമ്മൾ അതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഡിവൈഡ് തന്നെയാണത്. ആ ഡിവൈഡ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഡിജിറ്റൽ ഡിവൈഡും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാലത്ത് പഠിപ്പിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ, അല്ലെ പുതിയ കാലത്തെ പുതിയ തലമുറ അവർ കാര്യങ്ങൾ സ്വാംശീകരിക്കുന്ന രീതികളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ വന്നിട്ടുണ്ടെന്നോ ഉള്ള ഒരു ആശങ്കയുടെ ആവശ്യം നമുക്ക് പഠിപ്പിക്കുന്നവർക്കും ആവശ്യമില്ല, പഠിക്കുന്നവർ അത് പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിൻ്റെ ഒരു വളർച്ചാ പ്രക്രിയയോടൊപ്പം തന്നെ വളരുന്ന, അതിനൊപ്പം മാത്രം വളരാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണ് മാധ്യമപ്രവർത്തനം. അപ്പോൾ ഈ രൂപത്തെയും ഉള്ളടക്കത്തെയും ഈ തിരിച്ചറിയുക, ഇത് രൂപം തന്നെ ഉള്ളടക്കമാവുന്നു എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പരമ്പരാഗതമായി നമ്മൾ ചരിത്രത്തിലൂടെ രൂപപ്പെടുത്തിക്കൊണ്ട് വന്ന് നമ്മൾ അതിനെ അക്കാഡമിക്കായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ 5W 1H എന്നൊക്കെ പറയുന്നത്. അല്ലെ, ഫാക്റ്റ് എന്തെന്നുള്ളത്. ഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്ദർഭവുമായി വേർപെടുത്തിക്കൊണ്ടൊരു ഫാക്റ്റ് ഇല്ല. ആ സന്ദർഭത്തോടൊപ്പം ആ സന്ദർഭത്തിന് അനുസരിച്ച് മാത്രമേ നിങ്ങൾക്കൊരു വസ്തുതയെ എങ്ങനെ വസ്തുതയായി കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കാലത്തിൻ്റെ രൂപം തന്നെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ രൂപഘടനയുടെ ആ സന്ദർഭത്തിന് അനുസൃതമായ വസ്തുതകൾ തന്നെയാണ് അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അവിടെയും ഈ പരമ്പരാഗത ജേർണലിസ്റ്റ് മൂല്യങ്ങൾ പ്രസക്തമാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഒരു അക്കാഡമിക തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇത് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ അതത്ര പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഡസ്ട്രി അതിനെ രൂപപ്പെടുത്തുന്നത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്. ഇൻഡസ്ട്രിയാണ് അതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് അക്കാഡമിക് തലത്തിൽ നിൽക്കുന്നവർ ആ ഇൻഡസ്ട്രിക്ക് ഉപയുക്തമായി എന്നുള്ള തരത്തിലേക്ക് ഇതിനെ മാറ്റി മറിക്കേണ്ട കാര്യവുമില്ല. പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവുകളെ അത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇൻഡസ്ട്രി എടുക്കും. അതോടൊപ്പം തന്നെ അതിൽ തന്നെ സ്വതന്ത്രമായി അതിനൊരു നിലനിൽപ്പ് ആയിട്ട് അത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പുതിയ തലമുറ, പുതിയ രൂപം, ഡിജിറ്റൽ ഡിവൈഡ് അതൊന്നും അത്ര ഭയക്കേണ്ട ഒരു കാര്യമല്ല. മാത്രമല്ല, ആരെങ്കിലും ഭയന്നാൽ, ആരെങ്കിലും പ്രതിരോധിക്കാൻ നോക്കിയാൽ ആ പ്രതിരോധത്തെ അതിജീവിച്ച് അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുകയും ചെയ്യും. നമ്മുടെ അഫോർഡബിലിറ്റി, ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക സമ്പർക്കങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയാണ്. അപ്പം ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നതിൻ്റെ പ്രാഥമിക സ്വരൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് രൂഢമൂലമായി നിലയുറപ്പിച്ചിട്ടുള്ളത് സാമൂഹിക സമ്പർക്കങ്ങളുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ സാമൂഹിക അസമത്വത്തിൻ്റെ ഉള്ളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാമൂഹികമായുള്ള സമ്പർക്കങ്ങളിലുള്ള ഈ പറയുന്ന കോയ്മാക്രമങ്ങളെ ആയിരിക്കണം ഒരു പക്ഷേ. കമ്മ്യൂണിക്കേഷൻ തിയറി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഹാപ്റ്റിക്സ് എന്ന് മാത്രം പഠിപ്പിച്ചാൽ ഇനിയുള്ള കാലത്ത് മതിയാവില്ല. പ്രയോഗ സാധുത എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാതെ, അതായത് പ്രാക്ടീസ് ഇല്ലാതെ ഇനി ഒരു സംഗതിയും ഇവോൾവ് ചെയ്യുമെന്ന് ഞാൻ പഠിപ്പിച്ച കാലത്ത് അത്രയും പരിചയവും ജോലി ചെയ്ത കാലത്ത് അത്രയും പരിചയം വെച്ചിട്ട് പ്രാക്ടീസും എക്സ്പീരിയൻസിലൂടെ അല്ലാതെ എവല്യൂഷൻ പോസിബിൾ അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സിദ്ധാന്തങ്ങൾ നമ്മളെ സഹായിക്കും. നമ്മൾ വലിയ വലിയ ചിന്തകളെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരു ധാരണ സ്വരൂപിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ബേസിക്സിലേക്ക് പോവുക എന്നുള്ളത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അതിൻ്റെ മറ്റ് ഫിലോസഫി ഒന്നും പറയുന്നില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ട്രഡീഷനിൽ ഓൾറെഡി ഉള്ളതാണ്. 1952 തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയിട്ട് ആളുകൾ പറയുന്നത് അനുഭവത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. അനുഭവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഭവിക്കുന്നതിൻ്റെ പിന്നാലെ പോവുകയാണ് നമ്മൾ. ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ് നൗ, റൈറ്റ്? വി ആർ ഫോളോയിങ് സംതിങ്, റൈറ്റ്? വിത്ത് സക്സസ് നൗ, റൈറ്റ്? അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ വളരെ ലളിതമായി കാര്യങ്ങൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതത്ര ഗുണകരമാവില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫിലിം സ്റ്റഡീസ് എന്നുള്ളത് ഇനി സിനിമ സ്റ്റഡീസ് എന്ന് മാറ്റേണ്ടി വരും, പേര് മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ മോഡറേറ്റർ എന്നാണ് മാമിനെ പറയുന്നത്. വൈ കാണ്ട് ഇറ്റ് ബി കോൾഡ് ക്യൂറേറ്റർ? അപ്പോൾ മോഡറേറ്ററും ക്യൂറേറ്ററും തമ്മിൽ എന്തൊരു വ്യത്യാസം ഉണ്ടല്ലേ? ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. പക്ഷേ ക്യൂറേറ്റർഷിപ്പ് നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? വി ആർ അബൌട്ട് ടു ടീച്ച്. മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്നത് നോർത്തിൽ 2010 കാലഘട്ടത്തോടു കൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ നോമൻക്ലേച്ചർ മീഡിയ സ്റ്റഡീസിലേക്ക് കൺവേർട്ട് ചെയ്തു. ജാമിയയിൽ മാറി, അലിഗഡിൽ മാറി, JNU മാറി,
എല്ലാ സ്ഥലങ്ങളിലും മാറി. എല്ലാവരും ഇപ്പോൾ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസാണ് ചില സ്ഥലങ്ങളിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീഡിയ സ്റ്റഡീസ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ നമുക്കിപ്പോഴും ഒരു ചെറിയൊരു ഇനേർഷ്യ ഉണ്ട്. ഇത് മാറിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി പോവുമോ എന്നുള്ള പേടിയും, എന്താ പറയുക, ജേർണലിസം വിട്ടുപോയി പോകുമോ എന്ന്. ജേർണലിസം ഇതിൻ്റെ ഉള്ളിൽ എംബഡഡ് ആണ്. മീഡിയ സ്റ്റഡീസിൻ്റെ ഉള്ളിൽ എംബഡഡ് ആയ ഒരു പ്രാക്ടീസ് മാത്രമാണ് ജേർണലിസം. ജേർണലിസം ഇതിൻ്റെ എൻഡ് റിസൾട്ടായ ഒരു പ്രാക്ടീസുകളിൽ ഒന്ന് മാത്രമാണ്. മറ്റ് പലതുണ്ട്. സോഷ്യൽ സെൻസിബിലിറ്റി ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ ഇത് പഠിക്കണം. ഈ പ്രാക്ടീസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നാളിതുവരെ നമ്മൾ ചെയ്തിരുന്നോ? ഇപ്പോൾ പ്രാക്ടീസിനെ നമ്മൾ തിയറിയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ സിലബസിനെ മാറ്റുന്നുണ്ടോ? 1000 വാക്കുകളേക്കാൾ ശക്തമാണ് ചില ഫോട്ടോകൾ. അതിനെക്കുറിച്ച് ഫോട്ടോ ജേർണലിസ്റ്റ് ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ വായു മലിനീകരണം ഇപ്പോൾ ഒരു പതിവ് വാർത്തയാണ്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയവരെ പോലീസ് കൈകാര്യം ചെയ്യുന്ന PTI പങ്കുവച്ച ഫോട്ടോ പത്രത്തിൽ കണ്ടു. യുവാവിന്റെ തല തറയിൽ ചേർത്ത് പിടിച്ച് ഞെരുക്കുന്ന പോലീസുകാരന്റെ ആ ദൃശ്യം കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞത് അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്താ ചിത്രമാണ്. 5 വർഷം മുമ്പായിരുന്നു ആ സംഭവം. വെള്ളക്കാരനായ പോലീസുകാരൻ ഒരു കറുത്ത വർഗ്ഗക്കാരനെ കഴുത്തിൽ മുട്ടുകാൽ ഞെരുക്കി കൊലപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യമായിരുന്നു അത്. ആ ചിത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയുണ്ടായി. ക്യാമറയുടെ ശക്തി എന്തെന്ന് വെളിപ്പെടുത്തിയ ഒരു ദൃശ്യമായിരുന്നു അത്. മഴക്കാലത്തെ പ്രളയം ഒരു ആഗോള പ്രശ്നമാണ്. പ്രളയത്തിൽ മുങ്ങിയ തായ്ലൻഡ് നഗരത്തെ ഡ്രോൺ ക്യാമറയിൽ പകർത്തി റോയിറ്റേഴ്സ് പങ്കുവച്ച ഒരു ചിത്രം ഓൺലൈനിൽ കണ്ടു. അത് കണ്ടപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ പഴവങ്ങാടിയിൽ നിന്ന് ഞാൻ ക്യാമറയിൽ പകർത്തിയ ഒരു പ്രളയ കാഴ്ച മനസ്സിൽ തെളിഞ്ഞു വന്നു. ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള അഴുക്കുചാലുകൾ നിറഞ്ഞൊഴുകുന്ന വെള്ളത്തിലൂടെ അരയ്ക്കൊപ്പം മുങ്ങി നടന്നു ചെന്നാണ് അന്ന് ഞാൻ ആ ഫോട്ടോ എടുത്തത്. 10 വർഷം മുമ്പ് വരെ ഓരോ മഴ വരുമ്പോഴും പഴവങ്ങാടിയിലും തമ്പാനൂരിലും ഇത്തരം കാഴ്ചകൾ പതിവായിരുന്നു. വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടകൾ നവീകരിച്ചത് കാരണം പിന്നീട് അത്തരം കാഴ്ചകൾ തിരുവനന്തപുരത്ത് നമ്മൾ കാണാതെയായി. നവംബർ 5 ദൃശ്യമായ സൂപ്പർ മൂൺ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു ദൃശ്യവിരുന്നായി മാറുകയുണ്ടായി. അവരുടെ ക്യാമറകൾ പകർത്തിയ പൂർണ്ണചന്ദ്രന്റെ വ്യത്യസ്ത കാഴ്ചകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ BBC-യുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർമാരുടെ പേരും സ്ഥലവും സഹിതമാണ് BBC ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള പൂർണ്ണചന്ദ്രനായതിനാൽ ഈ വർഷത്തെ ചന്ദ്രൻ മുൻ സൂപ്പർ മൂണുകളേക്കാൾ വലിപ്പവും തിളക്കവുമുള്ളതായി കാണപ്പെട്ടു. ചന്ദ്രൻ ഭൂമിയെ ഒരു പൂർണ്ണവൃത്തത്തിൽ ചുറ്റാത്തതിനാലാണത്രേ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതേ ദിവസം പകർത്തിയ മറ്റൊരു ചിത്രവും മറ്റൊരു വാർത്താ ഏജൻസിയായ AFP-യും പങ്കുവച്ചിട്ടുണ്ട്. അമ്പരചുംബികളായ 2 ഫ്ളാറ്റുകൾക്കിടയിലൂടെ എത്തിനോക്കുന്ന ചന്ദ്രന്റെ ആ കാഴ്ചയും തികച്ചും വ്യത്യസ്തമായി. പൂർണ്ണചന്ദ്രന്റെ ദൃശ്യം ക്യാമറയിൽ പകർത്തുമ്പോൾ ഒരു ലാൻഡ്മാർക്ക് കൂടി ഫ്രെയിമിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അതൊരു വാർത്താ ചിത്രമാകുന്നത്. മിക്ക ഫോട്ടോഗ്രാഫർമാർക്കും അതൊരു വെല്ലുവിളിയാണ്. എവിടെ നിന്ന് എടുത്താലാണ് നല്ലൊരു ചിത്രം കിട്ടുക എന്ന് ആലോചിച്ച് പലരും വിഷമിക്കാറുണ്ട്. വാർത്താ ഏജൻസികൾ പങ്കുവയ്ക്കുന്ന ഇത്തരം ചിത്രങ്ങൾ കാണുന്നതിലൂടെ ഫോട്ടോഗ്രാഫർമാരുടെ ദൃശ്യബോധം വളരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളീയർ അല്ലാത്തവരുടെ പേര് പലപ്പോഴും മാധ്യമങ്ങൾ തെറ്റിച്ചെഴുതാറുണ്ട്. ചരിത്രത്തിൽ ഇടം പിടിച്ചവരുടെ പേര് പോലും തെറ്റിക്കുന്നതിനെ കുറിച്ചാണ് വാക്കിലെ ശരിയിൽ ST പ്രിൻസ് പറയുന്നത്. കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ പേര്, മലയാളികൾ അല്ലാത്തവരുടെ പേര്, ഇതൊക്കെ തെറ്റിച്ച് എഴുതുന്ന രീതി നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടെന്ന് പലരും പരാതിപ്പെടാറുണ്ട്. ചിലപ്പോൾ ചിരപരിചിതരായവരുടെ പേര് തെറ്റിക്കും. അതുമല്ല, ചരിത്ര പുസ്തകത്തിൽ ഇടം നേടിയ ആളിന്റെ പേര് പോലും തെറ്റിക്കുന്ന രീതി നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് പലരുടെയും പരാതി. അതുകൊണ്ടാണ് ഹാഥ്രസ് എന്നതിനെ ഹത്രാസ് എന്നും കാവഡ് എന്നതിനെ കൻവാർ എന്നും ഒക്കെ നമ്മുടെ പത്രങ്ങൾ പലപ്പോഴും എഴുതിയിട്ടുള്ളത്. ഇക്കാര്യം ഇപ്പോൾ ഓർക്കാനൊരു കാരണമുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക ദിനമായിരുന്നു. ഇത് സംബന്ധിച്ച് ആഘോഷം പലയിടത്തും നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, 2014 മുതൽ ഈ ദിവസത്തെ നാം ഏകതാ ദിനമായി ആചരിച്ചു വരുന്നുമുണ്ട്. ഏകതാ ദിനവുമായി ബന്ധപ്പെട്ട്
ഈയിടെ ഒരു പത്രത്തിൽ വന്ന പരസ്യം കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. പട്ടേലിൻ്റെ പേര് ശരിയായിട്ടാണോ അവരെഴുതിയിരിക്കുന്നത്? അല്ല, അവിടെ എഴുതിയിരിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേൽ എന്നാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ യഥാർത്ഥ പേര് വല്ലഭഭായ് ഝാവേരി ഭായ് പട്ടേൽ എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന ലേഖനങ്ങളിലൊന്നും ഈ ഝാവേരി ഭായ് കാണാറില്ല. അതുകൊണ്ട് നമുക്ക് ആ ഭായിയെ വെറുതെ വിടാം. പക്ഷേ വല്ലഭഭായ് എന്നതിലെ ഒരു ഭായ എടുത്ത് മാറ്റേണ്ട വല്ല കാര്യമുണ്ട്? അങ്ങനെ ചെയ്യുന്നത് ഒരു പാതകമല്ലേ ഭായ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചില വാക്കുകൾ കാണുമ്പോൾ ഇവയ്ക്കൊരു മലയാളം വേണ്ടേ എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു വാക്കാണ് ഇന്നൊവേഷൻ. പുതിയതായി വരുന്ന കാര്യങ്ങൾക്കാണ് ഇന്നൊവേഷൻ എന്നൊക്കെ പറയുന്നത്. പുതുമ, പുതിയ രീതി, നവീന രീതി എന്നൊക്കെയാണ് സാധാരണമായി പറയുന്നത്. മാറ്റം എന്നതും ഇന്നൊവേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നുണ്ട്. ഇത്ര വാക്കുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടും ഇന്നൊവേഷന് ശരിയായൊരു മലയാളം വാക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് നാം മുന്നോട്ട് പോകുന്നത്. പത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഇന്നൊവേഷൻ എന്ന് തന്നെ കാണുകയാണ്. അതായത് ഇത്ര മലയാളം വാക്കുണ്ടായാലും ഇന്നൊവേഷനോളം വരില്ല എന്നൊരു തോന്നൽ നമുക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെ തോന്നലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പുതിയ വാക്ക് കണ്ടെത്തിക്കൂടാ? അത് ഭാഷാ വിദഗ്ധർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്നൊവേഷൻ ഇന്ന് പത്രങ്ങളിലൂടെ ഒരു മലയാള പദമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ ഇപ്പോൾ നടക്കുകയാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അതിന് പേര്. SIR എന്ന് പറയും, സർ എന്നൊക്കെ മലയാളത്തിൽ എഴുതാറുണ്ട്. ഇത് വോട്ടർ പട്ടികയുടെ ഒരു പരിഷ്കരണമാണ് ഇവിടെ നടക്കുന്നത്, തീവ്ര പരിഷ്കരണം. ഇതിനെ പല പത്രങ്ങൾ പല രീതിയിലാണ് എഴുതുന്നത്. മലയാള മനോരമ ഇതിനെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് മറ്റൊരു പത്രം പറയുന്നുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന എന്ന് വേറൊരു പത്രത്തിൽ പറയുന്നുണ്ട്. ഈ റിവിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം പരിഷ്കരണം തന്നെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ പരിഷ്കരണമാണ് നടക്കുന്നതെന്ന് നിസ്സംശയം പറയാം. പക്ഷേ പുനഃപരിശോധന എന്നതും ഇവിടെ ചേർത്ത് പലരും പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു വരവേ ഒരു പത്രത്തിൽ കണ്ടൊരു പ്രയോഗം ഒരല്പം അത്ഭുതമുണ്ടാക്കി. അവിടെ തീവ്ര വോട്ടർ പട്ടിക എന്നാണ് കാണുന്നത്. തീവ്രമായ പരിഷ്കരണത്തിന് ശേഷമോ പുനഃപരിശോധനയ്ക്ക് ശേഷമോ ഒക്കെ വരുന്ന പട്ടികയെ തീവ്ര പട്ടിക എന്ന് വിളിക്കുന്ന രീതി നാം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് പത്രത്തിൽ ഉറച്ചുപോയ ലക്ഷണം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റൊരു ശീർഷകം കണ്ടു, വിമാന ടിക്കറ്റ് കൂട്ടലെന്ന്. അതായത് ഓരോ സമയത്തും വരുന്ന വിവിധ തരത്തിലുള്ള പ്രൈസിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. അവിടെ വിമാനക്കൂലി വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിമാന ടിക്കറ്റ് കൂട്ടില്ലെന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ അത് ശരിയാകാത്തതുപോലെ തോന്നുന്നു. ഇത് പറയുമ്പോൾ അടക്കം എന്ന വാക്കിൻ്റെ പ്രയോഗം കൂടി മനസ്സിലേക്ക് വരികയാണ്. സാധാരണമായി അടക്കം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ശവമടക്കനെ കുറിച്ച് പറയാറുണ്ട്, എന്തെങ്കിലും അടക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. ഇപ്പോൾ ഉൾപ്പെടെ എന്ന വാക്കിന് പകരക്കാരനായി അടക്കം മാധ്യമങ്ങളിലൊക്കെ കയറി ഇരിപ്പായി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, അടക്കം പറയും പോലെയല്ല, തലക്കെട്ടുകളൊക്കെ അടക്കത്തെ ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുന്നുമുണ്ട്. കുറെ കഴിയുമ്പോൾ ഉൾപ്പെടെ എന്ന വാക്കിൻ്റെ അടക്കം മൊത്തത്തിൽ കഴിയുന്ന കോളാണ്. ആ നിലയ്ക്ക് അടക്കം ചേർത്ത് തന്നെ അടുത്ത വിശേഷം പറയാം. പത്രം, TV അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും കാര്യമായി ആഘോഷിച്ച ഒരു വിജയം ഈയിടെ ഉണ്ടായിരുന്നു. അത് ക്രിക്കറ്റിലാണ് നടന്നത്. ഇന്ത്യക്ക് ചരിത്രത്തിൽ ആദ്യമായി വനിതാ ഏകദിന ക്രിക്കറ്റ് കിരീടം ലഭ്യമായതാണ് വാർത്ത. അതിന് ന്യായമായും കാര്യമായും ആഘോഷിച്ച ചില തലക്കെട്ടുകൾ നമുക്ക് നോക്കാം. മഹാമംഗമാർ എന്ന് ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ മംഗ എന്നത് വേറൊരു നിറത്തിലാണ് അച്ചടിച്ചിരിക്കുന്നത്. സൂപ്പർ ഗേൾസ് എന്ന് ഒരു പത്രത്തിൽ ശീർഷകമുണ്ട്. മാതൃഭൂമിയിൽ ഗോൾഡൻ ഗേൾസ് എന്ന ശീർഷകമാണ് കണ്ടത്. അവിടെ ദീപ്തി ശർമ്മയുടെ പ്രകടനം ഗംഭീരമായിരുന്നതിനാൽ വിജയം ദീപ്തം എന്നും കണ്ടിരുന്നു. വിമൻസ് ടീമാണല്ലോ ജയിച്ചത്, അതുകൊണ്ട് വിമൻ എന്ന് മാത്രമായി ഒരു ശീർഷകം ഒരിടത്ത് കാണുന്നു. നമുക്ക് വേണമെങ്കിൽ വിൻ എന്ന് വായിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഹ്ലാദം പങ്കിടുന്ന ചിത്രം വെച്ചിട്ട് അവിടെ പറയുന്നുണ്ട് നിറ റൺ ചിരി എന്ന്. ഈ കളി നടക്കുന്ന ആ ദിവസം രാവിലെ പത്രത്തിൽ കണ്ടത് റൺ മനസ്സ് എന്നായിരുന്നു. ഒരു പക്ഷേ പെൺമനസ്സെന്ന ഉദ്ദേശാവും അവിടെ എഴുതിയിട്ടുള്ളത്. പറഞ്ഞു വരുമ്പോൾ ഇതിനേക്കാളൊക്കെ രസകരമായ ഒരു ശീർഷകം കണ്ടത് ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ്, ദ ഇന്ത്യൻ എക്സ്പ്രസിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹെർസ്റ്റോറിക് എന്നാണ്. ചരിത്ര വിജയത്തെ നമ്മൾ ഹിസ്റ്റോറിക് വിൻ എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ വിജയിച്ചത് വനിതകളായതിനാൽ ഹെർസ്റ്റോറിക് എന്ന് എഴുതിയിട്ടുണ്ട്.
അന്താരാഷ്ട്ര മാധ്യമ ഉത്സവത്തോടനുബന്ധിച്ച് ട്രിവിയ ബാൻഡ് അവതരിപ്പിച്ച സംഗീത പരിപാടിയിൽ നിന്നുള്ള ഒരു ഗാനത്തോടെ മാധ്യമജാലകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.